ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പറയട്ടെ, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇന്നൊരു ചെറിയ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് എല്ലാ കോളേജ് സ്റ്റുഡൻസിനും ഇപ്പോൾ ഓണൊക്കെ വരികയല്ലേ, അപ്പോൾ ഓണത്തിന് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാട്ടോ കാണിക്കുന്നത്. വളരെ കുറച്ച് പ്രൊഡക്ട്സ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ബേസിക്കായിട്ട് ചെറിയ സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്ന ലിപ് ബാമും അതോടൊപ്പം മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമായിട്ട് പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല കേട്ടോ. ലിപ് ബാം നീതി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ബയോഡെർമയുടെ ആട്ടോ ഞാനിവിടെ യൂസ് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സട്ടിലായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അഫോർഡബിൾ പ്രൈസിങ്ങും ആയതുകൊണ്ട് ഞാൻ പ്രൈമറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് കൺസീലറാണ്. നമ്മൾ പലർക്കും കാണില്ലേ, ഹെവി ലുക്ക് വേണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ചെറുതായിട്ട് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണം, നമ്മുടെ അൺഈവൻ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യണം, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ആട്ടോ. അപ്പോൾ കൺസീലറായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ്. അത് വെച്ച് ഞാൻ കണ്ണിൻ്റെ താഴെയും മുകളിലും പിന്നെ പിരുക്കത്തിൻ്റെ അവിടെയും പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്കാർസ് ഉള്ള വന്ന ഭാഗവും ഓപ്പോസിറ്റ് സൈഡിൽ എനിക്കൊന്ന് പൊള്ളിയ പാടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വളരെ അഫോർഡബിൾ പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ ഫുൾ കവറേജ് അല്ല കേട്ടോ, ജസ്റ്റ് ഒരു മീഡിയം കവറേജ് നമുക്കിത് തരത്തുള്ളൂ. ഈ അപ്ലൈ ചെയ്ത് കൊടുത്തൊക്കെ ഡാബ് ചെയ്ത് ഈവൺ ആക്കും. അഥവാ കൺസീലർ അവൈലബിൾ അല്ലാത്തവർക്ക് ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതേപോലത്തെ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിലെ ഒരു ഓറഞ്ച് ഈ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പൊടിക്ക് മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മുടെ ഈ ഷെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഷെയ്ഡ് ആക്കുക. ഇത് രണ്ട് ഷെയ്ഡും വെച്ചിട്ട് ഒരു സ്കിൻ കളർ ഒരു ഓറഞ്ച് വെച്ച് നമ്മുടെ ഷെയ്ഡ് ആക്കിയിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൺസീലർ ചെയ്ത് കഴിഞ്ഞു. ഇനി കോണ്ടോറൊക്കെ ചെയ്യുന്നവർക്ക് കോണ്ടോർ ചെയ്യാം. ഞാനിവിടെ നേരെ ഫൗണ്ടേഷനിലോട്ട് പോവാണ് കേട്ടോ. അധികം കോണ്ടോറൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെവി ലുക്ക് ആക്കുന്നില്ല, ഞാനൊരു സിമ്പിൾ ലുക്ക് ആണല്ലോ. അപ്പോൾ ഹെവി ലുക്ക് ആക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷനായിട്ട് അടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് NYBയുടെ 3-in-1 ഫൗണ്ടേഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മാത്രം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ അതാട്ടോ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചേർന്നൊരു ഷെയ്ഡ് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും എക്സസ് ആയിട്ട് ഇരിക്കുകയാണോ, അങ്ങനെ എണ്ണീവനൊക്കെ ഇട്ട് ഇരിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അത് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഇല്ലെങ്കിൽ സാധാ ടാൽക്കം പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വൈറ്റ് കളറല്ല, അപ്പോൾ നമ്മൾ ഇതിന് മുകളിലേക്ക് വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ വളരെ ലൈറ്റ് എമൗണ്ട് ഓഫ് എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു സൈഡിൽ ടാൽക്കം പൗഡറും മറ്റേ സൈഡിൽ കോമ്പാക്റ്റും കാണിച്ചു തരാം. അപ്പോൾ കോമ്പാക്റ്റൊന്നും അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ടാൽക്കം പൗഡർ കാണിച്ചു തരണേ. എല്ലാവരും ഇനിയിപ്പോൾ ഇതിന് വേണ്ടി കോമ്പാക്റ്റിന് വേണ്ടി കാശ് കളയാൻ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു, അയ്യോ ഇതുണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇതിനു വേണ്ടി കാശ് കളയാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യാൻ പറ്റിയത് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് കോമ്പാക്റ്റ് ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഇൻസൈഡിൻ്റെ ഐബ്രോ പാലറ്റ് ആയതുകൊണ്ട് അത് വെച്ചിട്ട് എനിക്ക് കംഫർട്ടബിളായ രീതിയിൽ ഞാൻ ഫില്ല് ചെയ്തു. ഞാൻ കൂടുതലും അതിൽ മീഡിയം ഷെയ്ഡ് ആട്ടോ ഞാൻ എടുക്കാറ്. അത് വെച്ച് ഞാൻ രണ്ട് സൈഡും ഫില്ല് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഐ മേക്കപ്പ് ആട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 4 പ്രൊഡക്ട്സ് ആട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഐ ഷാഡോ പാലറ്റ്, ഐലൈനർ, കാജൽ, പിന്നെ മസ്കാര. ഐ ഷാഡോ പാലറ്റ് NYBയുടെ ആട്ടോ. അത് വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു മെറൂൺ ഷെയ്ഡ് എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ഗ്ലിറ്റർ എഫക്റ്റും കൊടുത്തു കേട്ടോ. അങ്ങനെയാണല്ലോ ഞാൻ ഐ ഷാഡോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാജലാട്ടോ എഴുതുന്നത്. കാജൽ ഞാൻ ബോത്ത് വാട്ടർ ലൈൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ വാട്ടർ ലൈനും മേളത്തെ വാട്ടർ ലൈനും ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് കാജൽ വെച്ച് തന്നെ കോർണേഴ്സ് മാത്രം ഒന്ന് ഡാർക്കാക്കി പിന്നെ മുകളിൽ നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ ഐലൈനർ വരച്ച് കൊടുത്തു കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം എനിക്ക് കണ്ണാടി നോക്കി ചെയ്യണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മസ്കാര ആട്ടോ ചെയ്യുന്നത്. മസ്കാര ഞാനിവിടെ മാർസിൻ്റെ ആട്ടോ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ താരം ഇത് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം കൂടെ വാങ്ങാൻ വയ്ക്കാത്തവരും അങ്ങനെ എല്ലാം കൂടെ വാങ്ങാൻ അഫോർഡബിൾ അല്ലാത്തവർക്കൊക്കെ ഈ ഒരു പാലറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാൻ പറ്റും. ഈ കളർ കണ്ടോ, ബ്രൗൺ, ഇത് നമുക്ക് ഐബ്രോസിന് യൂസ് ചെയ്യാം, അതേപോലെ കോണ്ടോർ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഇത് രണ്ടും നമ്മുടെ കൺസീലർ ഷെയ്ഡാക്കി യൂസ്. അടുത്തതായിട്ട് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെയും പ്രത്യേകിച്ച് എൻ്റെയൊക്കെ മെയിൻ ഐറ്റമാണ് ബ്ലഷ് ഒരു വികാരമാണ് ഗൈസ്. അപ്പോൾ ബ്ലഷ് ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സ്റ്റുഡിയോൻ്റെ ബ്ലഷാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബ്ലഷ് ഇല്ലാത്തവർക്ക് അപ്പുറത്തെ സൈഡിൽ ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് നല്ലപോലെ ഡാബ് ചെയ്ത് ഈവണാക്കി കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇത് കാണുന്നവരുടെ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഒരുങ്ങി നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിളായിട്ടുള്ള നമുക്ക് മെയിൻ ആവശ്യമുള്ള 1-2 സാധനം വാങ്ങി അത് വെച്ച് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങാമെന്നുള്ളതാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എൻ്റെ ശബ്ദം ഇടയ്ക്കൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, ചില സമയത്ത് അതൊരു
വയ്യായ്ക ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു എഫക്റ്റ് ഇടയ്ക്ക് കാണാം കേട്ടോ. അടുത്തായിട്ട് ഞാനിവിടെ ഹൈലൈറ്റർ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഹൈലൈറ്റർ എൻ്റെ കയ്യിലുള്ള ഏതോ ഒരു ബ്രാൻഡിൻ്റെ പർപ്പിളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തപ്പോൾ ഫ്രീ ബി ആയി കിട്ടിയതാണ് കേട്ടോ. ഇനി ഹൈലൈറ്റർ ഇല്ലാത്തൊരു സ്ട്രോക്ക് ക്രീം ഇട്ടാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇട്ടാൽ മതി. ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലഷിൻ്റെ മുകളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ടിരിക്കും. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഹൈലൈറ്റർ ഒഴിവാക്കാം കേട്ടോ. ഇനി അത്രയും താല്പര്യമുള്ളവരാണെങ്കിൽ സ്ട്രോക്ക് ക്രീം ഇട്ടാലും മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ലാസ്റ്റായി. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ലിപ് ബാം നമ്മളൊന്ന് ഡാബ് ഓഫ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ലിപ്പ് ലൈനർ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ ലിപ്പ് ലൈനർ ആട്ടോ വരച്ച് കൊടുത്ത്. അത് കഴിഞ്ഞ് മാർസിൻ്റെ ഒരു ഹാർട്ട് തീഫ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അത് കഴിയാറായി ഗൈസ്. എൻ്റെ ആത്മാവ് വരെ ഊറ്റിയെടുത്തിട്ടാട്ടോ ഞാൻ കൊടുക്കുന്നത്. എനിക്കിങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ ഡാർക്ക് ഷെയ്ഡ് ഇടാനാട്ടോ താല്പര്യം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതേപോലെ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു അടിപൊളി ഷെയ്ഡാട്ടോ മാർസിൻ്റെ ഹാർട്ട് തീഫ് എന്ന് പറയണത്. അത് കഴിഞ്ഞ് ഞാനിവിടെ ചെറിയൊരു ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഇച്ചിരി കളവക്കുറിയും ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓണം ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായ പറയണേ. അതേപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ? ടാറ്റാ.